ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു മിനി വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഹെയർ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുവാണ് എന്ത് ചെയ്യണം. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് കുത്തപ്പിനാർ ഉണ്ടാക്കാനുള്ള ടൈമില്ല, അഴിച്ച് പണിയാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോവാം, കല്യാണമൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനാണ് പ്ലാന്. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ കുറേ ടൈം എടുത്തു ഒന്ന് എത്താനായിട്ട്. നല്ല ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചാവക്കാടാണ് ഞങ്ങൾ പോകുന്നത്. ന്യൂ ഇയറിന് ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആക്സസറി ഷോപ്പിലാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇത് പുലരി എന്ന് പറയുന്ന ഷോപ്പാണ്. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും കമ്മലൊക്കെ വാങ്ങുക. എനിക്ക് കമ്മൽ അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വരാനാണ് തോന്നുന്നത് കേട്ടോ. അത്രയും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ആക്സസറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞാനിപ്പോൾ ക്ലിപ്സ് യൂസ് ചെയ്യാറില്ല, ബിക്കോസ് എനിക്ക് പണ്ടത്തെ അത്ര മുടിയില്ല. ബട്ട് ആ ഒരു ഭംഗി കാണുമ്പം എനിക്ക് ആക്രാന്തം വരും. അപ്പോൾ ഞാൻ അതെല്ലാം വാങ്ങും കേട്ടോ. പിന്നെ ഈ ഒരു കമ്മൽ നോക്കിയപ്പോൾ എനിക്ക് വലിയ ഗുമ്മില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പിന്നെ വേറൊരു കമ്മൽ വാങ്ങിച്ചു കേട്ടോ. ഇത് ഇത്രയും കളക്ഷൻസിൻ്റെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്മൽ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്റ്റഡും നോസ് പിന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് റിങ്സൊക്കെ ഇടാൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് റിങ്സ്, ഇയറിങ്സ്, സ്റ്റഡ് അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ സൂഡിയോ അല്ല, ട്രെൻഡ്സ് പോയി. സൂഡിയോ പോകണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് ചാവക്കാടൊന്നും സൂഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെൻഡ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ചധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ പോയത് ഒരു ടോപ്പ് എടുക്കാനാണെങ്കിലും എടുത്തു വന്നപ്പോൾ 5-6 ടോപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത്. അതങ്ങനെയാണല്ലോ, അപ്പം പിള്ളേർ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി. എന്താ പറയുക, ഞാൻ ഇട്ട് നോക്കുന്നതും ഞാൻ എടുത്ത് ഡ്രസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇട്ട് നോക്കിയ ഡ്രസ്സല്ല ഞാൻ എടുത്തത്, വേറെ ഡ്രസ്സായിരുന്നു. ഇവൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ബലൂൺസ് നോക്കി വീർപ്പിച്ചൊക്കെ നിൽക്കുവാണ്. പിന്നെ കടയിൽ കയറിയത് ഓർമ്മയുള്ളൂ. എൻ്റെ സിസ്റ്ററിനെ പിന്നെ ഞാൻ ആ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. ആൾ നേരത്തെ ഞാൻ എത്തുന്ന മുന്നേ ആൾ മുകളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിലത്തെ ഡ്രസ്സിങ്ങുകളൊക്കെയാണ് ആൾ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഡ്രസ്സായിരുന്നു. പക്ഷെ എന്താ പറയുക, എനിക്ക് ലൈറ്റ് കളർ ആയതുകൊണ്ട് അത്ര മാച്ചായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തില്ല. വേറെ 2-3 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ വീഡിയോയിൽ മാക്സിമം പെടാതെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അവനെ പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ബേബിയും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആളെ കൊണ്ട് ഒരു ശല്യമില്ല. അച്ചടാ, ആളിങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതും എടുക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഉമ്മ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ ഞാനത് എടുക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയി നോക്കിയപ്പോഴാണ് എൻ്റെ സിസ്റ്റർ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പം മുങ്ങിയതാണ്, ഇപ്പോഴാണ് പൊന്തുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഡ്രസ്സൊക്കെ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം അവളുടെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടെല്ലാം സ്കിപ്പ് ചെയ്യുക കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ മോള് നല്ല കരച്ചിലാണ്. അപ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയന് നേരം വൈകിട്ടുള്ളത് കൊണ്ട് അവൻ വേഗം വാ നിങ്ങൾക്കറിയാലോ ആൺപിള്ളേരുടെ സ്വഭാവം, വേഗം വാ എന്നുകൊണ്ടെങ്കിൽ ധൃതി പിടിക്കരുത്. അപ്പം ഞങ്ങളുടെ മുഴുവൻ കഴിവും ഞങ്ങളുടെ മുഴുവൻ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് അവിടെ സഫലീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഐസിന് തീരെ സഹനശേഷി ഇല്ലാത്തതുകൊണ്ട് അവനൊരു കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എല്ലോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഒത്തിരി നേരത്തെ കാത്തിരിപ്പാണ്. ഞാൻ ഫ്രൈഡ് റൈസാണ് ഇവിടെ പോയി, എനിക്ക് ഫ്രൈഡ് റൈസിനോടാണ് ഇഷ്ടം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്യുക. പിന്നെ ഞാൻ ഇന്നത്തിന് തണുപ്പിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് സാലഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടി തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അധികം ഇമിലി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇമിലി മിഠായി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഐസിന് കഴിക്കാനുള്ള കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ.